നമ്മളിവിടെ കടലമാവിൽ പാകത്തിന് ഉപ്പും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, മാവാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് കൊണ്ട് ഒരു പലഹാരമാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ ബ്രെഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് ബാക്കിയുണ്ട് ബ്രെഡ്. അപ്പോൾ നമ്മൾ വെറുതെ അത് നെയ്യൊക്കെ ഇട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്യണ്ടല്ലോ, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കടലമാവ് കുറച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബ്രെഡ് വെച്ചിട്ട് നമുക്ക് ഒരു എണ്ണ പലഹാരം ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രെഡ് എടുത്തിട്ട് ബ്രെഡിന് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യണം കേട്ടോ, ക്രോസ് കട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മളിതിനെ ബ്രെഡിനെ 4 ആക്കിയിട്ട് മുറിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ ബ്രെഡുകളൊക്കെ ഇതേ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ മാവ് ഇതേ, ഈ മാവിൽ ഒരാളെ കൂടി ചേർക്കാനുണ്ട് 2 സ്പൂണ് അരിപ്പൊടി കേട്ടോ. അങ്ങനെ 2 സ്പൂൺ അരിപ്പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അരിപ്പൊടി ചേർക്കണത് ക്രിസ്പിനെസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ അത് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മൾ എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് ഓരോ ബ്രെഡും ഈ മാവിൽ മുക്കിയിട്ട് ഇടുക. നമ്മൾ സാധാരണ ബജ്ജി ഉണ്ടാക്കണ പോലെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഓരോ ബ്രെഡും അതിലിട്ടിട്ട് നമ്മളിതേ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി അത് വറുത്തെടുക്കണം. അപ്പോൾ ഇത് 4 മണിക്ക് പലഹാരമായിട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാവുന്ന കാര്യമുള്ളൂ. ഇപ്പോൾ ബ്രെഡൊക്കെ വാങ്ങിച്ചാൽ എല്ലാവർക്കും ബ്രെഡ് ഇഷ്ടമാവണമെന്നില്ല. അപ്പോൾ ബ്രെഡൊക്കെ ബാലൻസ് ഉണ്ടാവണം. അപ്പോൾ എക്സ്പയറി ഡേറ്റ് കഴിയുന്നതിൻ്റെ മുമ്പ് അത് തീർക്കണമല്ലോ. അപ്പോൾ ഇതുപോലെയൊക്കെ ഓരോ വെറൈറ്റി ഉണ്ടാക്കുകയാണെങ്കിൽ കുട്ടികൾക്കായാലും നമുക്ക് മുതിർന്നവർക്കായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഇതാണ്. അപ്പോൾ നമ്മൾ ജോലി കഴിഞ്ഞ് വരുമ്പോഴോ അല്ലെങ്കിൽ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് സിമ്പിളാണ്. അപ്പോൾ ഇത് നമ്മുടെ റൊട്ടി ബജ്ജി, നമ്മുടെ ബ്രെഡ് ബജ്ജി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. മിക്കവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, അറിയാത്തവർ ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റിയാണ്. നമ്മൾ കട്ടൻ ചായയുടെ കൂടെയാണ് കേട്ടോ കഴിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു.